ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് എന്നിവയ്ക്കായി പ്ലസ് സബ്സ്ക്രിപ്ഷനുകൾ കൊണ്ടുവരാൻ പോവുകയാണ് മെറ്റ. പണം നൽകാത്ത സാധാരണ ഉപയോക്താക്കളെ അതെങ്ങനെ ബാധിക്കും? അതിന്റെ പ്രധാന പോരായ്മകൾ എന്തൊക്കെയാണ്? അതേക്കുറിച്ച് പറയാം. റീച്ച് കുറയും, വിവേചനം കൂടും. പണം നൽകുന്ന പ്ലസ് ഉപയോക്താക്കളുടെ പോസ്റ്റുകൾക്കും സ്റ്റോറികൾക്കും മെറ്റ കൂടുതൽ റീച്ച് നൽകും. ഇതിനാൽ സാധാരണക്കാരുടെ പോസ്റ്റുകൾ ആളുകളിലേക്ക് എത്തുന്നത് ഗണ്യമായി കുറയും. കാണണമെങ്കിൽ പണം നൽകണം. സോഷ്യൽ മീഡിയയിലെ തുല്യത ഇല്ലാതാകും. കാശ് മുടക്കാത്ത സാധാരണക്കാരുടെ കണ്ടന്റുകൾ അൽഗോരിതം താഴേക്ക് തള്ളും. രണ്ടാമത്തേത്, സ്വകാര്യത നഷ്ടപ്പെടുന്നു. ഇൻസ്റ്റഗ്രാം പ്ലസ് ഉപയോക്താക്കൾക്ക് മറ്റുള്ളവരുടെ സ്റ്റോറികൾ വ്യൂവർ ലിസ്റ്റിൽ പെടാതെ രഹസ്യമായി കാണാൻ സാധിക്കും. സാധാരണ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ പ്രൊഫൈൽ ആരൊക്കെ നോക്കുന്നു എന്ന് ട്രാക്ക് ചെയ്യാനുള്ള സ്വകാര്യത ഇതിലൂടെ നഷ്ടപ്പെടുന്നു. വിവരങ്ങൾ മറച്ചുവെക്കൽ. ആരാണ് നിങ്ങളുടെ സ്റ്റോറികൾ വീണ്ടും വീണ്ടും കാണുന്നത് എന്നതുപോലെയുള്ള വിവരങ്ങൾ ഇനി പണം നൽകുന്നവർക്ക് മാത്രമേ ലഭ്യമാകൂ. ചെലവ് കൂടും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് എന്നിവയ്ക്ക് വെവ്വേറെ സബ്സ്ക്രിപ്ഷൻ തുക നൽകേണ്ടി വരുന്നത് സാധാരണക്കാരിൽ സാമ്പത്തിക ബാധ്യതയാകും. മെറ്റ വെരിഫൈഡ് ഇതിൽ ഉൾപ്പെടില്ല. ബ്ലൂടിക്കോ അക്കൗണ്ട് സുരക്ഷയോ നൽകുന്ന മെറ്റ വെരിഫൈഡ് പ്ലാനുകൾ ഇതിൽ പെടുന്നില്ല. സവിശേഷതകളും സുരക്ഷയും ഒരുമിച്ച് വേണമെങ്കിൽ ഉപയോക്താക്കൾ ഒന്നിലധികം സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. വാട്സാപ്പിൽ ആശയവിനിമയ തടസ്സങ്ങൾ വരാം. വാട്സാപ്പ് പ്ലസ് ഉപയോക്താക്കൾക്ക് കൂടുതൽ ചാറ്റുകൾ പിൻ ചെയ്യാനും പുതിയ തീമുകൾ ഉപയോഗിക്കാനും സാധിക്കും. ഇത് എല്ലാവരും ഒരേപോലെ ഉപയോഗിച്ചിരുന്ന വാട്സാപ്പിന്റെ ലളിതമായ അനുഭവത്തെ ഇല്ലാതാക്കും. പുതിയ ഫീച്ചറുകളാകട്ടെ പണമുള്ളവർക്ക് മാത്രം. നല്ല ഫീച്ചറുകളെല്ലാം പണം നൽകുന്നവർക്കായി മെറ്റ മാറ്റിവെക്കും. സാധാരണ ഉപയോക്താക്കൾക്ക് പഴയ ഫീച്ചറുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ചുരുക്കത്തിൽ, സാധാരണ ഉപയോക്താക്കളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗം കൂടുതൽ പരിമിതപ്പെടും. പണം നൽകുന്നവർക്ക് അവരുടെ അക്കൗണ്ടുകൾ കൂടുതൽ റീച്ചോടെയും പ്രൈവസി ഇല്ലാതെയും കാണാൻ മെറ്റ അവസരമൊരുക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന ദോഷം. കൂടുതൽ ബിസിനസ് വാർത്തകൾക്കായി ദാനം ഓൺലൈൻ ഫോളോ ചെയ്യൂ.